9 ലോക്സഭാ സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബി.ജെ.പി. ഉത്തർപ്രദേശിലെ 7 സീറ്റിലും പശ്ചിമബംഗാളിലെ 1 സീറ്റിലും ചണ്ഡീഗഡ് സീറ്റിലുമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇന്ന് പ്രഖ്യാപിച്ചത് പ്രധാനപ്പെട്ട ഏതൊക്കെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ്? അതിൽ പ്രധാനികൾ ആരെങ്കിലും ഉണ്ടോ? അനുജ, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള 10ാമത്തെ സ്ഥാനാർത്ഥി പട്ടികയാണ് ബി.ജെ.പി. ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ പശ്ചിമ ബംഗാളിലെ 1 സീറ്റും ഉത്തർപ്രദേശിലെ 7 സീറ്റുകളും ചണ്ഡീഗഡ് സീറ്റിലെയും സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് ബംഗാളിലെ അസൻസോൾ സീറ്റ് മുതിർന്ന നേതാവ് SS അലുവാലിയ ഇത്തവണ വീണ്ടും മത്സരിക്കും. കഴിഞ്ഞ തവണ അലുവാലിയയ്ക്ക് അസൻസോൾ സീറ്റ് ബി.ജെ.പി. നൽകിയിരുന്നില്ല. എന്നാൽ ഇത്തവണ അദ്ദേഹം വീണ്ടും അസൻസോളിൽ മത്സരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പട്ടികയിലുള്ള പ്രമുഖരിൽ ഒരാൾ എന്നുള്ളത് മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിൻ്റെ മകൻ നീരജ് ശേഖറാണ്. ബല്ലിയ മണ്ഡലത്തിലാണ് നീരജ് ശേഖർ മത്സരിക്കുന്നത്. 2 തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹം നിലവിലിപ്പോൾ രാജ്യസഭാംഗമാണ്. രാജ്യസഭാംഗമായിരിക്കെയാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത്. ചണ്ഡീഗഡിൽ സിറ്റിംഗ് MP-യെ ബി.ജെ.പി. ഒഴിവാക്കിയിരിക്കുകയാണ്. കിരൺ ഖേറിന് പകരം സഞ്ജയ് ടണ്ടനാണ് ഇത്തവണ ചണ്ഡീഗഡ് സീറ്റ് ബി.ജെ.പി. നൽകിയിരിക്കുന്നത്. അനുജ, 9 സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബി.ജെ.പി.